ദിനവൃത്താന്തം 1 പുസ്തകം അധ്യായം 7. ഇസ്സാഖാരിന്റെ പുത്രന്മാർ തോല, പൂവ, യാശൂബ്, ശിമ്രോൻ ഇങ്ങനെ 4 പേർ. തോലായുടെ പുത്രന്മാർ ഉസ്സി, രഫായാവ്, യെരിയേൽ, യഹുമായി, ഇബ്സാം, ഷെമുവേൽ എന്നിവർ അവരുടെ പിതാവായ തോലായുടെ ഭവനത്തിന് തലവന്മാരും അവരുടെ തലമുറകളിൽ പരാക്രമശാലികളുമായിരുന്നു. അവരുടെ സംഖ്യ ദാവീദിന്റെ കാലത്ത് 22,600. ഉസ്സിയുടെ പുത്രന്മാർ ഇസ്രഹ്യാവ്, ഇസ്രഹ്യാവിന്റെ പുത്രന്മാർ മീഖായേൽ, ഓബദ്യാവ്, യോവേൽ, ഇഷ്യാവ് ഇങ്ങനെ 5 പേർ. ഇവർ എല്ലാവരും തലവന്മാരായിരുന്നു. അവരോടുകൂടെ അവരുടെ വംശാവലി പ്രകാരം കുടുംബം കുടുംബമായി സൈന്യഗണങ്ങളായി 36,000 പേരുണ്ടായിരുന്നു. അവർക്ക് അനേക ഭാര്യമാരും പുത്രന്മാരും ഉണ്ടായിരുന്നു. അവരുടെ സഹോദരന്മാരായി ഇസ്സാഖാർ കുലങ്ങളിലൊക്കെയും വംശാവലി പ്രകാരം എണ്ണപ്പെട്ട പരാക്രമശാലികൾ ആകെ 87,000 പേർ. ബെന്യാമീന്യർ ബേല, ബേഖർ, യെദിയേൽ ഇങ്ങനെ 3 പേർ. ബേലയുടെ പുത്രന്മാർ യസ്ബോൻ, ഉസി, ഉസിയേൽ, യെരീമോത്ത്, ഈരി ഇങ്ങനെ 5 പേർ. തങ്ങളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരും പരാക്രമശാലികളുമായി വംശാവലി പ്രകാരം എണ്ണപ്പെട്ടവർ 20,034 പേർ. ബേഖരിന്റെ പുത്രന്മാർ സെമീര, യോവാഷ്, എലിയേസർ, എല്യോവേനായി, ഒമ്രി, യെരേമോത്ത്, അബിയാവ്, അനാഥോത്ത്, ആലേമെത്ത് ഇവരെല്ലാവരും ബേഖരിന്റെ പുത്രന്മാർ. വംശാവലി പ്രകാരം തലമുറ തലമുറയായി അവരുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരായി എണ്ണപ്പെട്ട പരാക്രമശാലികൾ 20,200 പേർ. യെദീയേലിന്റെ പുത്രന്മാർ ബിൽഹാൻ, ബിൽഹാന്റെ പുത്രന്മാർ യവൂഷ്, ബെന്യാമീൻ, യേഹൂദ്, കെനയന, സേഥാൻ, തർഷീഷ്, അഹീശാഫർ ഇവരെല്ലാവരും യെദീയേലിന്റെ പുത്രന്മാർ. പിതൃഭവനങ്ങൾക്ക് തലവന്മാരും പരാക്രമശാലികളുമായി യുദ്ധത്തിന് പുറപ്പെടുവാൻ തക്ക പടച്ചേവകർ 17,200 പേർ. ഈരിന്റെ പുത്രന്മാർ ശുപ്പീം, ഹുപ്പീം. അഹേരിന്റെ പുത്രന്മാർ ഹൂഷീം. നഫ്താലിയുടെ പുത്രന്മാർ യഹസിയേൽ, ഗൂനി, യേസർ, ശല്ലൂം. ബിൽഹയുടെ പുത്രന്മാർ മനശ്ശയുടെ പുത്രന്മാർ അവന്റെ വെപ്പാട്ടി അരാമ്യ സ്ത്രീ പ്രസവിച്ച അസ്രിയേൽ. അവൾ ഗിലെയാദിന്റെ പിതാവായ മാഖീരിനെയും പ്രസവിച്ചു. എന്നാൽ മാഖീർ ഹുപ്പീമിന്റെയും ശുപ്പീമിന്റെയും സഹോദരിയെ ഭാര്യയായി പരിഗ്രഹിച്ചു. അവരുടെ സഹോദരിയുടെ പേർ മയഖ എന്നായിരുന്നു. രണ്ടാമന്റെ പേർ ശെലോഫേഹാദ് എന്നായിരുന്നു. ശെലോഫേഹാദിന് പുത്രിമാർ ഉണ്ടായിരുന്നു. മാഖീരിന്റെ ഭാര്യ മയഖ ഒരു മകനെ പ്രസവിച്ചു. അവന് പേരശ് എന്ന് പേർ വിളിച്ചു. അവന്റെ സഹോദരന് ശേരശ് എന്ന് പേർ. അവന്റെ പുത്രന്മാർ ഊലാമും രേക്കേമുമായിരുന്നു. ഊലാമിന്റെ പുത്രന്മാർ ബദാൻ. ഇവർ മനശ്ശയുടെ മകനായ മാഖീരിന്റെ മകനായ ഗിലെയാദിന്റെ പുത്രന്മാർ ആയിരുന്നു. അവന്റെ സഹോദരിയായ ഹമ്മോലേഖത്ത്, ഈഷ്ഹോദ്, അബിയസർ, മഹ്ള എന്നിവരെ പ്രസവിച്ചു. ശെമീദയുടെ പുത്രന്മാർ അഹിയാൻ, ശേഖേം, ലിഖേഹി, അനീയാം. എഫ്രയീമിന്റെ പുത്രന്മാർ ശൂഥേലഹ്, അവന്റെ മകൻ ബേരദ്, അവന്റെ മകൻ തഹത്ത്, അവന്റെ മകൻ എലാദ, അവന്റെ മകൻ തഹത്ത്, അവന്റെ മകൻ സബാദ്, അവന്റെ മകൻ ശൂഥേലഹ്, യേസർ, ഏലാദ. ഇവർ ആ ദേശവാസികളായ ഗത്യരുടെ കന്നുകാലികളെ അപഹരിപ്പാൻ ചെന്നതുകൊണ്ട് അവർ അവരെ കൊന്നുകളഞ്ഞു. അവരുടെ പിതാവായ എഫ്രയീം ഏറിയ നാൾ വിലപിച്ചുകൊണ്ടിരുന്നു. അവന്റെ സഹോദരന്മാർ അവനെ ആശ്വസിപ്പിപ്പാൻ വന്നു. പിന്നെ അവൻ തന്റെ ഭാര്യയുടെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. തന്റെ ഭവനത്തിന് അനർത്ഥം ഭവിച്ചതുകൊണ്ട് അവൻ അവന് ബെരിയാവ് എന്ന് പേർ വിളിച്ചു. അവന്റെ മകൾ ഷേര. അവൾ താഴത്തെയും മേലത്തെയും ബേത്ത് ഹോരോനും ഉസർ ഷേരയും പണിതു. അവന്റെ മകൻ രേഫഹും രേശഫും. അവന്റെ മകൻ തേലഹ്, അവന്റെ മകൻ തഹൻ, അവന്റെ മകൻ ലദാൻ, അവന്റെ മകൻ അമ്മീഹൂദ്, അവന്റെ മകൻ എലീശാമ, അവന്റെ മകൻ നൂൻ, അവന്റെ മകൻ യഹോശുവ. അവരുടെ അവകാശങ്ങളും വാസസ്ഥലങ്ങളും ഏവയെന്നാൽ ബേഥേലും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും, കിഴക്കോട്ട് നയരാനും പടിഞ്ഞാറോട്ട് ഗേസരും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും, ഗസ്സയും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും വരെയുള്ള
ഷെഖേമും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും, മനശ്ശെയുടെ ദേശത്തിനരികെ ബേത്ത് ഷിയാനും അതിന്റെ ഗ്രാമങ്ങളും, താനാക്കും അതിന്റെ ഗ്രാമങ്ങളും, മെഗിദ്ദോവും അതിന്റെ ഗ്രാമങ്ങളും, ദോരും അതിന്റെ ഗ്രാമങ്ങളും. അവയിൽ ഇസ്രായേലിന്റെ മകനായ യോസേഫിന്റെ പുത്രന്മാർ പാർത്തു. ആശേരിന്റെ പുത്രന്മാർ യിമ്ന, ഇശ്വ, ഇശ്വി, ബെരിയാവ്. ഇവരുടെ സഹോദരി സേരഹ്. ബെരിയാവിന്റെ പുത്രന്മാർ ഹേബർ, ബിർസയീത്തിന്റെ അപ്പനായ മൽക്കിയേൽ. ഹേബർ യഫ്ലേത്തിനെയും ശെമേരിനെയും ഹോഥാമിനെയും അവരുടെ സഹോദരിയായ ശൂവിയെയും ജനിപ്പിച്ചു. യഫ്ലേത്തിന്റെ പുത്രന്മാർ പാസാഖ്, ബിംഹാൽ, അശ്വാത്ത്. ഇവർ യഫ്ലേത്തിന്റെ പുത്രന്മാർ. ശേമേരിന്റെ പുത്രന്മാർ അഹി, രൊഹ്ഗ, യഹൂബ, അരാം. അവന്റെ സഹോദരനായ ഹേലേമിന്റെ പുത്രന്മാർ സോഫഹ്, യിമ്ന, ശേലശ്, ആമാൽ. സോഫറിന്റെ പുത്രന്മാർ സൂഹ, ഹർനേഫർ, ഷൂവാൽ, ബേരി, ഇമ്ര, ബേസർ, ഹോദ്, ശമ്മ, ശിൽഷ, യിത്രാൻ, ബേര. യേഥരിന്റെ പുത്രന്മാർ യഫുന്നെ, പിസ്പ, അര. ഉല്ലയുടെ പുത്രന്മാർ ആരഹ്, ഹന്നിയേൽ, ഇരിസ്യ. ഇവർ എല്ലാവരും ആശേരിന്റെ പുത്രന്മാരായി പിതൃഭവനങ്ങൾക്ക് തലവന്മാരും ശ്രേഷ്ഠന്മാരും പരാക്രമശാലികളും പ്രഭുക്കന്മാരിൽ പ്രധാനികളുമായിരുന്നു. വംശാവലി പ്രകാരം യുദ്ധസേവയ്ക്ക് പ്രാപ്തന്മാരായി എണ്ണപ്പെട്ടവരുടെ സംഖ്യ 26,000 തന്നെ.